हरि ओम्। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे ഗുരുപരമ്പരാ. ഓം. വിഷ്ണു സഹസ്രനാമത്തിലെ 3 ശ്ലോകങ്ങൾ, നാമങ്ങള് 24 വരെയുള്ള നാമങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായി 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. 25, 26, 27 എന്ന 3 നാമങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: സർവ സർവ ശിവസ്ഥാണോർഭൂതാതിർനിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവഃ പ്രഭുരീശ്വരഃ. ഇതില് ആദ്യത്തെ നാമം, അതായത് 25-ാമത്തെ നാമം സർവ എന്നതാണ്. സർവഹ, എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ് സർവ എന്ന് പറയുന്നത്. എല്ലാം ഉണ്ടാകുന്നത് അവനിൽ നിന്നായതുകൊണ്ട് സർവ എന്ന് പറയുന്നു. ശങ്കരാചാര്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അസതശ്ച സതശ്ചൈവ സർവസ്യ പ്രഭവ ആപ്യയാത്. പിന്നെ സർവസ്യ സർവദാ ജ്ഞാനാത് സർവമേനം പ്രജക്ഷതേ ഇതി ഭഗവദ്വ്യാസവചനാത് സർവഃ. ഭഗവത് വ്യാസൻ മഹാഭാരതത്തില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സർവസ്യ സർവദാ ജ്ഞാനാത് സർവമേനം പ്രജക്ഷതേ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഭഗവാൻ സർവ ആണ്. അർത്ഥം ഇങ്ങനെയാണ്: അസത്തും സത്തുമായ എല്ലാ പദാർത്ഥങ്ങളുടെയും ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് സ്ഥാനം ആകയാലും എല്ലായ്പ്പോഴും എല്ലാറ്റിനെയും അറിയുകയാലും അദ്ദേഹത്തെ സർവാൻ എന്ന് പറയുന്നു. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലാണ് ഭഗവാൻ വ്യാസൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായത് ഏതൊന്നാണോ, ഏതൊന്നിലാണോ എല്ലാം സംരക്ഷിക്കപ്പെടുന്നത്, ഏതൊന്നിലേക്കാണോ പ്രളയകാലത്ത് എല്ലാം ലയിച്ചു ചേരുന്നത്, അതാണ് ഭഗവാൻ. നിർഗുണ ബ്രഹ്മത്തിന്റെ ആവിഷ്കാരമായ പ്രപഞ്ചത്തിന്റെ സകല ചലനങ്ങൾക്കും ഭഗവാൻ തന്നെയാണ് കാരണം. പ്രഭവ എന്നാൽ ഉദ്ഭവം, ആപ്യായ എന്നാൽ ലയനം അല്ലെങ്കിൽ വിലയനം ചെയ്യുക. പ്രളയകാലത്ത് എല്ലാം തന്നിലേക്ക് തന്നെ വലിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിലുള്ളതെല്ലാം പ്രത്യേകം എടുത്തു പറയാൻ വിഷമമാണല്ലോ. കാരണം എത്ര വലുതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിലുള്ളത് ഓരോന്നോരോന്നായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ പറയണമെങ്കിൽ തന്നെ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രത്യക്ഷമായതും പ്രത്യക്ഷമായി കാണാത്തതും രൂപമുള്ളതും രൂപമില്ലാത്തതുമായ എല്ലാം ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം വന്നു കഴിഞ്ഞു. പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ട് 2 ഐറ്റംസ് അല്ലേ ഉള്ളൂ നമ്മുടെ പ്രപഞ്ചത്തില്. ഒന്നുകിൽ എല്ലാം കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും രൂപമുണ്ടാവും, അല്ലെങ്കിൽ രൂപമുണ്ടാവില്ല. അപ്പൊ ഇതിൽ എല്ലാം ഉൾപ്പെടും. ഇവിടെ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂർത്തം അല്ലെങ്കിൽ രൂപമുള്ളത്, അല്ലെങ്കിൽ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റ് ഫോമാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ രൂപം ഇല്ലാത്തത്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തത്. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നുള്ള അർത്ഥമല്ല, നമുക്ക് അൺമാനിഫെസ്റ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ ഫോമിലിരിക്കുന്നതിനെയാണ് അസത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഞ്ചഭൂതങ്ങൾ എടുത്താൽ തന്നെ അതില് ആകാശവും വായുവും അമൂർത്തമാണ്. നമുക്ക് കാണാൻ പറ്റില്ല, ഒരു രൂപം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ വികാരങ്ങളായ ആനന്ദം, സ്നേഹം, ക്രോധം തുടങ്ങിയവയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, പക്ഷെ ബാക്കിയുള്ളവർക്ക് അഗോചരമാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലുണ്ടാകുന്ന സ്നേഹമോ ആനന്ദമോ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അങ്ങനെ അത് അമൂർത്തമാണ്. അമൂർത്തം എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റ് ആണ്. അവരവർക്ക് തന്നെ അറിയാൻ പറ്റുമെങ്കിലും ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ഇനി അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഗതികളെയാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത്. അറിയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയില്ലെങ്കിലും
ആർക്കെങ്കിലും അറിയാമായിരിക്കും, അല്ലെങ്കിൽ എന്നെങ്കിലും അത് അറിയപ്പെടാവുന്നതായിരിക്കും. ഇപ്പോൾ അറിയില്ല എന്ന് വെച്ചാൽ അത് ഒരിക്കലും അറിയാൻ പറ്റാത്തതാവണമെന്നില്ല. അങ്ങനെ ഉള്ളതിനാണ് അറിയപ്പെടാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കലർന്നതാണ് സർവം. ഈ സർവത്തിൻ്റെയും കാരണഭൂതമാണ് ഭഗവാൻ. ഇനി സൃഷ്ടിസ്ഥിതിലയ കാരണമായതുകൊണ്ട് മാത്രമല്ല, എല്ലാത്തിനെയും എല്ലാ സമയത്തും അറിയുന്നതുകൊണ്ടും ഭഗവാൻ സർവൻ ആണ്. എല്ലാത്തിനെയും എല്ലായ്പ്പോഴും അറിയുന്നു എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അജ്ഞാനവുമില്ല എന്നാണ് അർത്ഥം. എല്ലാം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. ഭഗവാന് ഒന്നും അറിയാത്തതായിട്ട് യാതൊന്നുമില്ല. ഇനി തൈത്തിരീയ ഉപനിഷത്തില് ഇങ്ങനെയാണ് പറയുന്നത്: യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. വരുണന്റെ മകൻ ഭൃഗു വരുണനോട് ബ്രഹ്മത്തെ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണിത്. യാതൊന്നിൽ നിന്നാണോ സകല ജീവജാലങ്ങളും ഉണ്ടാകുന്നത്, യാതൊന്നിലാണോ ജീവിക്കുന്നത്, യാതൊന്നിലേക്കാണോ ലയിച്ചു ചേരുന്നത്, അതിനെ ബ്രഹ്മം എന്നറിയുക. ഇതാണ് ബ്രഹ്മം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. അത് തന്നെയാണ് ഇവിടെ സർവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വിഷ്ണു സഹസ്രനാമത്തിലെ എല്ലാ നാമങ്ങളും തന്നെ ഉപനിഷത്ത്, പുരാണ, ഇതിഹാസങ്ങൾ അടങ്ങിയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. എല്ലാ നാമങ്ങളും വരുന്നത് ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ അല്ലെങ്കിൽ വേദങ്ങളിലെ ഉപനിഷത്തുകളിലോ വരുന്ന നാമങ്ങളാണിത്. അപ്പോൾ ഇത് എവിടെയാണ് ഇതിന്റെ സന്ദർഭം എന്ന് പറയുകയാണ്. ശങ്കരാചാര്യരുടെ ഓരോ സന്ദർഭവും എടുത്തു പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു: സർവം കൽപിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ബ്രഹ്മനാണ്. ആ ബ്രഹ്മനെ തജ്ജലാൻ ഇതി ശാന്ത ഉപാസീത എന്ന് പറഞ്ഞാൽ അതിനെ സൃഷ്ടിസ്ഥിതി ലയ കാരണമായി ഉപാസിക്കുക എന്നാണ് ഛാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശാവാസ്യമിതം സർവം, ഇത് എല്ലാം ഈശ്വരനാൽ അല്ലെങ്കിൽ ബ്രഹ്മനാൽ മൂടപ്പെട്ടിരിക്കുന്നു. മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ സകല ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. വാസ്യം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുക എന്നാണ്. ഒരു തുണിയിൽ നൂല് എങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നത്? തലങ്ങും വിലങ്ങുമുള്ള ഇഴകളെല്ലാം നൂലാണല്ലോ. ആ നൂല് ഒരു തുണിയിൽ എങ്ങനെയാണോ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മനാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുണ്ടകോപനിഷത്ത് ഒരു സ്റ്റെപ്പും കൂടെ കടന്നിട്ട് പറയുന്നു: ബ്രഹ്മൈ വേദമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർത്ഥം ച പ്രസൃതം ബ്രഹ്മൈ വേദം വിശ്വമിതം വരിഷ്ഠം. മുന്നിലും പിന്നിലും ഇടത്തും വലത്തും താഴെയും മുകളിലും കാണുന്നതെല്ലാം ബ്രഹ്മമാവുന്നു. എന്തിനധികം ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ബ്രഹ്മം തന്നെയാവുന്നു. ഇത് തന്നെയാണ് എല്ലാത്തിലും ശ്രേഷ്ഠമായത്. ഇതാണ് മുണ്ടകോപനിഷത്ത് പറയുന്നത്. എങ്ങനെ നോക്കിയാലും സർവവും ഈശ്വരനിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈശ്വരനെ സർവം എന്ന് പറയും. ഇതാണ് സർവ എന്നുള്ളതിന്റെ വ്യാഖ്യാനം. ഇനി അടുത്ത നാമം 25 സർവ. പ്രളയകാലത്ത് സർവ്വതും സംഹരിക്കുന്നവനാണ് സർവൻ. ശങ്കരഭാഷ്യം പറയുന്നത്: ശൃണോതി സംഹാര സമയേ സംഹരതി സംഹാരയതി സകലാഹ പ്രജാഹ ഇതി സർവ. സകല ജനങ്ങളെയും ശീർണമാക്കുന്ന, അതായത് പ്രളയകാലത്ത് സംഹരിക്കുന്ന അഥവാ സംഹരിപ്പിക്കുന്നവൻ ആയതിനാൽ ശിവൻ സർവനാകുന്നു. ഇത് ഈ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നശീകരണമല്ല, സംഹരിക്കുക എന്ന് പറയുന്ന ഒരു നശീകരണമല്ല, മറിച്ച് സൃഷ്ടിയുടെ കാലാവധി കഴിയുമ്പോൾ എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുകയാണ്, സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത സൃഷ്ടികാലത്ത് അവയെല്ലാം പുറത്തു വരികയും ചെയ്യും. ഇത് നമ്മൾ എല്ലാവരും ദിവസം ചെയ്യുന്നതിനാണല്ലോ. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും
ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. ഉറങ്ങുമ്പോൾ നമുക്ക് ലോകമില്ല, പ്രയാസങ്ങളില്ല, നമ്മുടെ വികാരങ്ങളോ യാതൊന്നുമില്ല, യാതൊരു അനുഭവവുമില്ല. ഈ എല്ലാത്തിനെയും നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അടുത്ത ദിവസമായാൽ എന്താ ഉണ്ടാകുക? അതുപോലെ തന്നെ എല്ലാം പുറത്തു വരും. അപ്പം ഇത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ നടക്കുന്നത്. പ്രളയ സമയത്ത് ഭഗവാൻ എല്ലാത്തിനെയും അകത്തേക്കെടുക്കും. അടുത്ത കൽപ്പത്തിൽ, അടുത്ത സൃഷ്ടിയുടെ സമയത്ത് ഇതെല്ലാം അത് തന്നെ എല്ലാം പുറത്തേക്ക് വരും. ഇത് ആമയുടെ ഒരു ഉദാഹരണം പോലെ പറയാം. ആമ അപകടം ഉണ്ടാകുമ്പോൾ തലയും കാലുകളും എല്ലാം ഉള്ളിലേക്ക് വലിച്ച് അതിന്റെ ആ പുറന്തോട് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. അപകടം മാറിയും തോന്നുമ്പോൾ എല്ലാം പുറത്തു വരും. പിന്നെ സാധാരണ പോലെ നടന്നു പോവുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഭഗവാനും ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഒരു സംശയം ഉണ്ടാകാം. സാധാരണ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ശിവനെയാണല്ലോ സംഹാരകർത്താവായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ വിഷ്ണുവിനെ സംഹാരകർത്താവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും കഴിഞ്ഞ നാമത്തിൽ കണ്ടതുപോലെ പരമാത്മാവാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ എല്ലാം കാരണം. ഇതാണല്ലോ നമ്മള് സർവാന്നുള്ള ഇതിനു മുമ്പ് പറഞ്ഞ നാമത്തിൽ പറഞ്ഞത്. അപ്പോ അതേ ഐഡിയ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരേ പരമാത്മാവിന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളെല്ലാം. അപ്പൊ ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ: കാലോസ്മി ലോകക്ഷയകൃപ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സംഹാരകർത്താവായ കാലനാണ് ഞാൻ ലോക സംഹാര കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ പറയുന്നത്. വാസ്തവത്തിൽ വിശ്വരൂപം കാണിക്കുന്നത് വിഷ്ണുവിന്റെ അല്ല, സംഹാരമൂർത്തിയായ ശിവനെയാണ് വിശ്വരൂപത്തിൽ കാണിക്കുന്നത്. ആ ഒരു സംഹാര പ്രക്രിയയാണ് അത് കാണുന്നത്. നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. 10-ാം അധ്യായത്തില് ഭഗവാന്റെ വിഭൂതിയാണ്. എല്ലാ നല്ല കാര്യങ്ങളും കാണിച്ചു. അതുകൊണ്ട് എല്ലാ ഭയാനകമായ പ്രവൃത്തികളും എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപ ദർശനം കാണിച്ചു കിട്ടുന്നത്. അതില് ഭഗവാന്റെ ഭയാനകമായ രൂപമാണ് കാണിക്കുന്നത്. സംഹാരമൂർത്തിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമി ഇതിനെ എല്ലാവർക്കും മംഗളം നൽകുന്ന മംഗളസ്വരൂപൻ എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതേ അർത്ഥം തന്നെയാണ് അടുത്ത നാമത്തിൽ ശിവ എന്ന നാമത്തിലും വരുന്നത്. അപ്പൊ ഇതാണ് 26-ാമത്തെ നാമം. അടുത്തത് 27 ശിവ. ഇതേ നാമം നമ്മൾ വീണ്ടും 600-ാമത്തെ നാമമായിട്ട് വീണ്ടും കാണും. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. ഇവിടെ ശിവൻ, ശിവഹ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് മലയാളത്തിൽ പറയുന്നത്. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപനാണ്. കൈലാസവാസിയായ പരമശിവനെ അല്ല ഉദ്ദേശിക്കുന്നത്. മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, സാക്ഷാൽ ഭഗവാനെയാണ് ശിവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് നിസ്ത്രൈഗുണ്യതയാ ശുദ്ധത്വാത് ശിവ സ ബ്രഹ്മാ സ ശിവ. ഇങ്ങനെ കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതി അഭേദോപദേശാത് ശിവാദി നാമ ഹരിരേവ സ്തൂയതേ. 3 ഗുണങ്ങൾക്കും അതീതനായതിനാൽ ശുദ്ധനും അതിനാൽ ശിവനും ആകുന്നു. കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ബ്രഹ്മനുമാകുന്നു ശിവനുമാകുന്നു എന്ന അഭേദവചനത്താൽ, അഭേദവചനം എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഭേദമില്ല, വ്യത്യാസമില്ല എന്നുള്ള വാക്യത്താൽ ശിവനാമങ്ങളാലും ഹരി തന്നെയാണ് സ്തുതിക്കപ്പെടുന്നത്. ഇത് ശങ്കരാചാര്യരെ ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്. 3 ഗുണങ്ങൾക്കും അതീതനായതുകൊണ്ട് നിത്യശുദ്ധനുമാണ്. ഏതെങ്കിലും ഒരു ഗുണമാണല്ലോ നമ്മുടെ സ്വഭാവങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിന്റെ വേരിയസ് കോമ്പിനേഷൻസ് ആണ് എല്ലാവരുടെയും സ്വഭാവവും എല്ലാവരുടെയും കളങ്കവും എല്ലാം. എന്തെങ്കിലും ഈ 3 ഗുണങ്ങളുടെ കോമ്പിനേഷനാണ്. അപ്പൊ ഈ 3 ഗുണങ്ങൾക്കും അതീതനായതുകൊണ്ട് തന്നെ യാതൊരുവിധ കളങ്കങ്ങളുമില്ല. എല്ലാം എപ്പോഴും നിത്യശുദ്ധനാണ്, ഒരിക്കലും കളങ്കം ഏൽക്കാത്തവനാണ്. സത്യബ്രഹ്മത്തെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് തമോ ഗുണം.
ഈ സത്യബ്രഹ്മത്തെ തന്നെ അസത്തായ പ്രപഞ്ചമായി തെറ്റിദ്ധരിക്കുന്നതാണ് രജോ ഗുണം. പരമസത്യമായ ബ്രഹ്മനിൽ യാതൊരു ഗുണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അത് നിത്യശുദ്ധമാണ്. മാത്രമല്ല ഒരിക്കലും കളങ്കപ്പെടാത്തതുമാണ്. ശിവൻ തന്നെയാണ് വിഷ്ണുവും. ഇത് കൈവല്യോപനിഷത്തും മഹാനാരായണോപനിഷത്തും പറയുന്നത് ഇങ്ങനെയാണ്. സ ബ്രഹ്മസ്യ സ ശിവസ്യേന്ദ്ര സോക്ഷര പരമസ്വരാട്. ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും എല്ലാം പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെയാണ് നമ്മളിവിടെ വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന സർവ, ശിവ, സ്ഥാണു മുതലായത് എല്ലാം ശിവന്റെ പേരായിട്ടും പറയുന്നുണ്ട്. ശിവ സഹസ്രനാമത്തിലും വരുന്നുണ്ട്, രുദ്രത്തിലും ഇതൊക്കെ വരുന്നുണ്ട്. ശിവന്റെ പേരുകളായിട്ട് ശിവനെയും സ്തുതിക്കുന്നുണ്ട്. ഈ പേരുകളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിഷ്ണുവും ശിവനും ഒന്ന് തന്നെയാണ്. ശരിക്കും ഉള്ള പരബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണ് ഇത്. ഇപ്പൊ ഇതാണ് ഈ 25, 26, 27 നാമങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.